ഹലോ ഹായ്. അപ്പൊ നമ്മൾ ഇന്ന് വൈറൽ പുട്ടുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. വൈറൽ പുട്ടെന്ന് പറയാൻ കണ്ടോ, അരിപ്പൊടി. അപ്പൊ മാവിട്ടു, ഇനി അടുത്ത് ഉപ്പിടുകയാണേ. ഇനി നമുക്ക് മാവിന്റെ അളവിന് തന്നെ പാലൊഴിക്കാം. നമുക്ക് മാവിന്റെ അളവിന് കണക്കാക്കി തന്നെ പാലൊഴിക്കാം. പാല് ഉപ്പിട്ടു, അടുത്തിന് കുറച്ച് തേങ്ങ ചേർക്കാം. കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഇളക്കി വെക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ വൈറൽ പുട്ടും ചിക്കൻ കറിയാണ്. ചിക്കൻ റെഡിയാക്കുന്നത് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ പുട്ടിന്റെ ഇങ്ങനെ കലക്കി വെച്ചിട്ട് വെക്കുന്നത്, നമ്മള് ഗ്യാസ് കത്തിച്ച് പാത്രം വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടാവുമ്പോൾ ഇടുന്നുണ്ട് കുറച്ച് പച്ചമുളക്. ചെറിയ ഉള്ളിയിലാണ് നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ചിലര് സവാളയിലുണ്ടാക്കും, ഞാൻ ചെറിയ ഉള്ളിയിലുണ്ടാക്കാൻ വെച്ചു. അപ്പൊ ചിക്കൻ കറിക്ക് മാറ്റം വരത്തില്ല, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ല വച്ചയ്ക്ക് എടുക്കാം. അപ്പൊ എളുപ്പം ഉള്ളി വയറ് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചു. എണ്ണ പുരട്ടിയ പാത്രത്തില് നമ്മള് കുറച്ചേറ്റ് കലക്കി വെച്ച വൈറൽ പുട്ടിന്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ആവി കയറ്റി എടുക്കണം. ആവി കയറ്റി കണ്ടോ, വൈറൽ പുട്ട് എണ്ണ തടവിയ പാത്രത്തിൽ വൈറൽ പുട്ടിന്റെ മാവ്, ഇതിൽ ചേർന്നിട്ടുള്ള മാവ് പൊടി, അരിപ്പൊടി, പാല്, ഉപ്പ്, തേങ്ങ, അത് കലക്കി വെച്ചതായിരുന്നു. ഇനി നമുക്ക് ആവി കയറ്റി എടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളി വശയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളി ഇനി ചിക്കൻ ഇടുകയാണ്. ഈ ചിക്കൻ കഴുകിയതിനു ശേഷം ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, തൈര്, ഇതെല്ലാം കൂടെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചാണ് നമുക്ക് ഈ ചിക്കൻ ഇടാം. ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തതും കൂടെ ഇട്ട് നമുക്ക് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ ചിക്കൻ കറിയാക്കി എടുക്കാം. നമുക്ക് ഇതിനൊന്ന് ഇളക്കിയിട്ട് നല്ല രീതിയിൽ അതൊന്ന് തിളച്ച് വന്ന ശേഷം തീ നമുക്ക് ചെറുതായിട്ട് സിമ്മിൽ വെച്ച് കൊടുക്കാം. അപ്പൊ അത് വെള്ളം ഇറങ്ങി വരും. ചിക്കൻ്റെ ഉള്ളിലുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് നല്ല ചിക്കൻ കറിയായിട്ട് നമുക്ക് കിട്ടും. ഇടയ്ക്ക് നമുക്ക് ഇതിൽ ഇനി ഉപ്പോ മസാല എന്തെങ്കിലും വേണമെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ ആക്കിയെടുക്കാം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ ഇതൊന്ന് തിളച്ചതിന് ശേഷം അടച്ചിട്ട് ചെറു തീയിൽ വെക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് കണ്ടോ, ആവിയുണ്ടോ. അപ്പൊ നമുക്ക് ഇനി അടച്ചതിന് ശേഷം ചെറു തീയിൽ വെക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനും വൈറൽ പാൽപുട്ടുമാണ്. പാൽപുട്ട് റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറിയും റെഡിയായി. നമുക്ക് ഇനി പാൽപുട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം. ഓക്കെ, വൈറൽ പാൽപുട്ടും ചിക്കൻ കറിയും. ഇത് നമ്മൾ പ്ലേറ്റില് എണ്ണ തടവി ആവിയിൽ വേവിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചിരുന്നില്ല. അതാണ് ഈ വൈറൽ പാൽപുട്ട്. ചിക്കൻ കറി റെഡിയാണ്. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.